ഹലോ നമസ്കാരം. എല്ലാവർക്കും സൂസീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മളൊരു 4 മണി പലഹാരമായിട്ട് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന, എണ്ണയൊന്നും അധികം ചേർക്കാത്ത സോഫ്റ്റ് ആയിട്ടുള്ള ഒരു 4 മണി പലഹാരം. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു പലഹാരമാണ് കേട്ടോ. ഒരു ക്യാരറ്റും കുറച്ച് ഗോതമ്പ് പൊടിയും ഇങ്ങനെ കുറച്ച് സാധനങ്ങളും മതി കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റും പിന്നെ അതിൻ്റെ ഒരു പകുതി വലുപ്പത്തിലുള്ള ക്യാരറ്റും അത്രയും ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു ബൗള് ഗോതമ്പ് പൊടി, അത് ഏകദേശം ഒരു 250 ഗ്രാം. നമുക്ക് ക്യാരറ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ഈ ഗോതമ്പ് പൊടിയൊന്ന് വറുത്തെടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. പെട്ടെന്ന് ഗോതമ്പ് പൊടി വറന്നു വരും. അത് നമുക്ക് നല്ലൊരു മണം വരും. നന്നായിട്ട് ഗോതമ്പ് പൊടി വറന്നിട്ട് ഒരു നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഗോതമ്പ് പൊടി അതിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ അടുപ്പത്ത് വെച്ച് പാനൊന്ന് ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് നന്നായിട്ട് അലുത്ത് കഴിയുമ്പോൾ ഒരു കുറച്ച് കാഷ്നട്ട് നമുക്ക് ആ നെയ്യിലൊന്ന് വറുത്തെടുക്കാം. കുറച്ച് കാഷ്നട്ട് മതിയാകും. നമുക്ക് അതിന് ഗോതമ്പ് പൊടിയുടെ അളവനുസരിച്ചുള്ള വറുത്ത് മാറ്റി വെച്ചിട്ട് പിന്നീടാണ് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമേ നെയ്യിൽ നമുക്ക് അത് കാഷ്നട്ട് വറുത്ത് മാറ്റാം. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ചേർത്തില്ലെന്ന് ഓർത്തോണ്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഒന്ന് കഴിക്കാനൊക്കെ ആയിട്ട് ഇതൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ആ പാത്രത്തിൽ നമുക്ക് കുറച്ച് നെയ്യ് ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലേക്ക് തന്നെ നമുക്ക് കുറച്ചും കൂടി നെയ്യ് വേണമെങ്കിൽ ഒഴിക്കാം. എന്നിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ആ നെയ്യിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായി ഒരു ടേസ്റ്റ് വരുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇത് മിഷ്യത്തിൽ ക്രഷ് ചെയ്തെടുത്തതാണ്. അങ്ങനെയല്ലാതെ നമുക്ക് കൈകൊണ്ട് അരിഞ്ഞെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കും. അപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങോട്ട് വറന്നു വരും. അപ്പോൾ ഇതിനകത്ത് ക്യാരറ്റിനകത്തേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. പഞ്ചസാരയും കൂടി അരത്ത് നമ്മുടെ ക്യാരറ്റിന് നല്ലൊരു ടേസ്റ്റ് വരും. ഇനി കൂടുതൽ ടേസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങയും കൂടി വേണമെങ്കിൽ അത് ചേർക്കാം. ഞാൻ തേങ്ങയൊന്നും ചേർത്തിട്ടില്ല. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലുത്ത് ക്യാരറ്റിനകത്തേക്കൊന്ന് ചേർന്ന് പിടിച്ചിട്ടുണ്ട്. അത് 2-3 മിനിറ്റ് കൊണ്ട് ശരിയാവും. കാരണം അത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്കത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അത് ചൂടാറാൻ വേണ്ടി വെക്കാം. അതേ പാനിൽ തന്നെ നമുക്ക് അടുത്തത് ശർക്കര ഉരുക്കിയെടുക്കണം കേട്ടോ. അതിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര. ഞാൻ ശർക്കര ചേർക്കുന്നതുകൊണ്ടാണ്. പഞ്ചസാര ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. പക്ഷേ കൂടുതൽ രുചി ശർക്കര ചേർക്കുമ്പോഴാണ്. അപ്പം ഒരു 2 ചെറിയ കട്ടയായിട്ടുള്ള ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് പാനിയാക്കി മാറ്റിയെടുത്താൽ മതിയാകും. ഒത്തിരി ഒന്നും വെള്ളം വറ്റിക്കണ്ട. അത്യാവശ്യം ലൂസായിട്ട് നമുക്ക് എടുക്കാം. ശർക്കരപ്പാനി നമുക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ ക്യാരറ്റ് എടുത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഗോതമ്പ് പൊടി ക്യാരറ്റും ചൂടാറി കഴിയുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ആ മിക്സിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. മധുരം ഇടുമ്പോൾ ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇപ്പോൾ ആറിയിട്ടുണ്ട്. ശർക്കരപ്പാനി ഇവിടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചധികം ശർക്കര പാനിയാക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിതിലേക്ക് മധുരത്തിൻ്റെ അനുസരിച്ച് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം പാനി മധുരത്തിന് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി മാവ് നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലാവാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കാം. പാലോ അങ്ങനെ തേങ്ങ പാലായിട്ട് ഓർത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ പാലാണ് ചേർക്കുന്നത്. തേങ്ങാപ്പാലാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും.
ഇപ്പോൾ പാൽ അതിൻ്റെ ലൂസിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട്. അത് ഏകദേശം ഒരു ലൂസ് നമുക്ക് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കാൻ പാകത്തിനുള്ള ഒരു ലൂസിലേക്ക്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചാണ് കേട്ടോ ചേർക്കുന്നത്. ഏലക്കയുണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് ജീരകവും കൂടി ഇട്ട് എല്ലാം കൂടി പഞ്ചസാര ഇട്ട് പൊടിച്ച് നമ്മുടെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിനാണ് അത് ചേർത്ത് കൊടുക്കുന്നത്, എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്നട്ട് തന്നെ വേണമെന്നില്ല കേട്ടോ, നമുക്കുള്ള നട്ട്സ് എല്ലാം എന്ത് വേണമെങ്കിലും നമുക്ക് നെയ്യിലൊന്ന് വറുത്തങ്ങിട്ടാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അത് ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു സ്റ്റീലിൻ്റെ ചുറ്റുപാത്രം കേട്ടോ, അതിലേക്ക് കുറച്ച് നെയ്യൊക്കെ പുരട്ടി ഒന്ന് ഓയിൽ ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം ഇതിനെ നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കണം. അതാണ് നമ്മൾ എണ്ണയൊന്നും അധികം ചേർക്കാതെ ഹെൽത്തി ആയിട്ട് തന്നെ ഇതെടുക്കാം. കുറച്ചും കൂടി വട്ടമുള്ള പ്ലേറ്റിലാണ് നമ്മൾ ചോറുണ്ണുന്ന സ്റ്റീലിൻ്റെ പ്ലേറ്റൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിപ്പോൾ കുറച്ച് സമയം എടുക്കും. ഇതിപ്പോൾ ഞാനൊന്ന് ഇഡ്ഡലിയുടെ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു പാത്രവും കമത്തി വെച്ചിട്ട് അതിലേക്ക് വെച്ചിട്ടാണ് കേട്ടോ ആവിയിൽ ഇത് പുഴുങ്ങിയെടുക്കുന്നത്. ഒരു 10-15 മിനിറ്റ് നമ്മൾ എടുക്കുമ്പോഴേക്കും അത് റെഡി ആയിക്കോളും. ഒന്ന് കുത്തി നോക്കിയിട്ട് വെന്ത് കറക്റ്റ് ആകുമ്പോൾ നമുക്കറിയാമല്ലോ, സാധാരണ കുക്ക് ചെയ്യുന്ന മാതിരി തന്നെ പുഴുങ്ങിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പം ഏകദേശം 20-25 മിനിറ്റൊക്കെ എടുത്തു കേട്ടോ, കാരണം കുറച്ച് കട്ടി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്തിരി. അപ്പോൾ നമ്മുടെ 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള. അതിന് നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് മറിച്ച് കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്, നല്ല കറക്റ്റായിട്ടുണ്ട്. നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ പലഹാരം റെഡിയായി. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും, അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. നെയ്യുടെയൊക്കെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഒരു അലുവയുടെയൊക്കെ ഒരു ടേസ്റ്റാണ്, നല്ല ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.